വീട്ടിൽ അതിഥികൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ നമുക്ക് ഫ്രഷ് ആയിട്ട് ഗരം മസാല പൊടിക്കാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ കുറച്ച് പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൊടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മസാലകളെല്ലാം ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണം. ഞാനിവിടെ ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ടേബിൾ സ്പൂണിൽ ഞാൻ ഒരു 7 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പട്ട വേണം. അതിന് ഞാൻ 4 പട്ട ഇതുപോലെ എടുക്കുന്നുണ്ട്. കുറച്ച് മീഡിയം വലിയ കഷ്ണം തന്നെയാണ്. പിന്നെ 2 തക്കോലം എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ആണ് കുരുമുളക് എടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു വേണം. പിന്നെ നമുക്ക് ഏലക്ക വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ എണ്ണം പറയുകയാണെങ്കിൽ 12 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഉണക്കമുളക് വേണം. ഇതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടാണ് ഇടേണ്ടത്, ഞെട്ടിടാൻ പാടില്ല. ഈ ഉണക്കമുളക് നിങ്ങൾ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. മസാലക്കൂട്ട് ചൂടാക്കുന്നതിന് മുൻപ് തന്നെ പാൻ ഒരു ചെറിയ തീയിലിട്ടിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂടായ പാനിലോട്ട് മാത്രമേ നമ്മൾ മസാലക്കൂട്ടുകളിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചൂടായിട്ടുണ്ട് പാന്. നമുക്ക് മസാല നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അത് നന്നായിട്ട് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഈ ജീരകത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആകാൻ തുടങ്ങും. അതിനകത്തുനിന്ന് നല്ലൊരു മണം വരാൻ തുടങ്ങും. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇത് പട്ടയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ പൊടിക്കാൻ യൂസ് ചെയ്തത് കേട്ടോ. ഞാൻ ഒട്ടും തരിയില്ലാതെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ചിലരൊക്കെ ഇച്ചിരി തരിയൊക്കെ ഇട്ടിട്ടായിരിക്കും പൊടിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റൈലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾ ചെയ്തോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലിൽ എടുത്തു വെക്കാം. ഗ്ലാസ് ബോട്ടിലാവുമ്പോൾ കേടുവരാതെ ആ മണമൊക്കെ അതുപോലെ തന്നെ കുറച്ച് നാളിങ്ങനെ നിൽക്കും. പൊടിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാം ഫ്രഷ് ആയിട്ടുള്ള മസാല കൂട്ടാണെങ്കിൽ കുറേ നാൾ നിൽക്കും. ചിക്കൻ കറിക്ക്, മുട്ടക്കറിക്ക്, അതുപോലെ ബീഫ് കറിക്ക്, നമ്മൾ മസാലക്കറികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാറ്റിനും ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.